ഹായ് വെൽക്കം ടു ജെ ജെ കിച്ചൺ ആർട്ട്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി റൈസാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം 2 കപ്പ് ചോറെടുക്കാം. ഇവിടെ ഞാൻ സാധാരണ നമ്മൾ ഊണ് കഴിക്കുന്ന ചോറാണ് കേട്ടോ അത്. അപ്പോൾ പച്ചരി ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ബാസ്മതി റൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ സാധാരണ നമ്മൾ ഊണ് കഴിക്കുന്ന ചോറിൻ്റെ കുറച്ച് ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചോറായാലും കുഴപ്പമില്ല, പക്ഷെ ഒന്നുണ്ട്, നമ്മളിത് വല്ലാണ്ട് ഒട്ടിപ്പിടിച്ച റൈസ് ആവരുത്, അതൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ എടുത്ത് വയ്ക്കാം. ഇനി ഒരു മാങ്ങ വേണം. ആ മാങ്ങ പച്ചമാങ്ങ വേണത്. അപ്പോൾ ഇതിനധികം പുളിയുള്ള മാങ്ങ യൂസ് ചെയ്യരുത്. ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തോല് കളഞ്ഞ് നമുക്കൊരു ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഇത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുക്കുക. അതിന് ചെറിയ ഹോൾസിൽ വന്നിട്ട് ഗ്രേറ്റ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കുറച്ച് വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പോൾ അതിന് ഒരു നമ്മളെന്താ പറയുക, അതൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിന് ആ ഒരു ചെറിയൊരു കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതോടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുക് നന്നായി പൊട്ടണം. പൊട്ടിയ ശേഷം മാത്രം നമുക്ക് വറുത്തിടാനുള്ള ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ്, അതും 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഈ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും എപ്പോഴും കരിഞ്ഞു പോകരുത്. ആ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക്, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളിപ്പുള്ള മാങ്ങ യൂസ് ചെയ്യരുത്, അതൊരു ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ അതിനനുസരിച്ച് നമുക്ക് മുളകിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതിൻ്റെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരുമല്ലോ, അതുപോലെ നല്ല മൂത്തൊരു സ്മെല്ല് വരണം കേട്ടോ. ആ സ്മെല്ല് വരണ വരെ നമുക്കിതൊന്ന് വഴറ്റണം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കതിന് ടേസ്റ്റ് കിട്ടില്ല. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ചോറൊക്കെ നല്ല ഒരു വെറൈറ്റി ആയിട്ട് നല്ല കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കായം പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി, അധികമൊന്നും ചേർക്കണ്ട. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിക്കൊരു കുത്ത് സ്മെല്ലുണ്ടാവും, അത് പോകുന്ന വരെ വേണം ഇത് മൂപ്പിക്കാൻ. എന്നിട്ട് നമുക്കതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. വല്ലാണ്ട് വെന്തുടഞ്ഞ് പോകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ അത് ഒരു ഇതായി എടുക്കണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് നമുക്കൊന്നുകൂടി വഴറ്റി കൊടുക്കുമ്പോൾ അത് കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരും. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചോറിലേക്കുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചേർത്താലും മതി. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, നല്ലോണം സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട് ഇത്. ഇപ്പോൾ സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചോറ് ചേർക്കണം. ചോറ് എപ്പോഴും തണുത്ത്, അതായത് ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ ചോറ് ചേർക്കാവൂ കേട്ടോ. അപ്പോൾ തണുത്ത ചോറാണ്, നല്ല ചൂടാറി തണുത്തിട്ടുണ്ട് ചോറ്. അപ്പോൾ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വരുമ്പോൾ അത് ലൈറ്റായി ചൂടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇനി ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് അച്ചാർ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക പൊട്ടറ്റോ ചിപ്സോ പപ്പടം വറുത്തതോ ഒക്കെ വെച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.